ഞാനൊരു സ്റ്റോറി പറയട്ടെ. അതായത് എൻ്റെ ഒരു പേഷ്യൻ്റ്, ആ പേഷ്യൻ്റ് 2022 തൊട്ട് എനിക്കറിയാവുന്ന എൻ്റെ ഒരു പേഷ്യൻ്റാണ്. ആളുടെ മുഖത്ത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടും ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും ഫേസ് നിറച്ച് ആക്നെ ആയിട്ടാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ടാബ്ലറ്റുകളും ക്രീമുകളും കൊടുത്ത് ഒരു പീരീഡ് ഓഫ് 3 to 4 months കൊണ്ടാണ് ആളുടെ ആക്നെ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ആളുടെ ആക്നെ സ്കാറിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളായിരുന്നു. അതിനുവേണ്ടി സീക്വൻഷ്യലി നമ്മൾ MNRF മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി എല്ലാം ചെയ്ത് ആളുടെ സ്കാറ് നമ്മളൊരു 6 മാസം കാലഘട്ടം കൊണ്ട് നമ്മളത് കുറച്ച് ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മളൊരു ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുകയും അതിന് നല്ല റീച്ച് കിട്ടുകയും ചെയ്തു. ഇതിന് ശേഷം ഉണ്ടായത് ഇതുപോലെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കമ്പനി അവരുടെ ഒരു മിറാക്കിൾ ക്രീം അല്ലെങ്കിൽ ഒരു കണ്ടൻസോ ഇൻഗ്രീഡിയൻസോ എഴുതാത്ത ഒരു ക്രീമിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. അവരുടെ ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ എൻ്റെ ഈ ഒരു ഫോട്ടോസ് അവർക്ക് കൊടുക്കും, അതിന് അവരെന്നെ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അവർക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനും ആ പേഷ്യൻറ്റും ഗോ ത്രൂ ചെയ്തൊരു ജേർണി ഉണ്ട്. ഞങ്ങളൊരു 4 മാസത്തോളം ടാബ്ലറ്റ്സും ടോപ്പിക്കൽസും അപ്ലൈ ചെയ്തു. അതിനുശേഷം 6 മാസത്തോളം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും പ്രൊസീജിയേഴ്സും ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയത്. അതവർ എൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ക്രെഡിബിൾസ് കാശ് കൊടുത്തിട്ട് ഒരു ക്രീമിന് വേണ്ടിയിട്ട് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളതും ഇതിന് അതിൻ്റേതായ ഒരു വലിയ ജേർണി ഉണ്ടെന്നുള്ളതുമാണ്. സോ ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് OTC ബ്രാൻഡ്സ് അല്ലെങ്കിൽ എന്താണ് പ്രിസ്ക്രിപ്ഷൻ ബ്രാൻഡ്സ് എന്നുള്ളത്. അപ്പം ഞങ്ങളിവിടെ കൊടുക്കുന്നത് പലപ്പോഴും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രിസ്ക്രിപ്ഷൻ ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതല്ലാതെ നിങ്ങൾ പലപ്പോഴും അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുന്ന സോ കോൾഡ് മിറാക്കിൾ ക്രീംസ് അല്ലെങ്കിൽ ഓർഗാനിക് ക്രീംസ്, യെസ് അതൊരു പുതിയൊരു ന്യൂ ട്രെൻഡാണ് ഓർഗാനിക് ക്രീം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും അവരതിൻ്റെ ഇൻഗ്രീഡിയൻസോ സ്ട്രെങ്തോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ മാനുഫാക്ചറിങ് അവർ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇവരതിനും ഇതുപോലെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് റിസൾട്ട് തരുന്ന നല്ല സൈഡ് എഫക്റ്റ് ഉള്ള ചില ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനീഷ്യലി ആ ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണും, പോകെ അതിൻ്റെ സൈഡ് എഫക്റ്റുകളായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. സോ ഈ പറയുന്ന മിറാക്കിൾ ക്രീംസോ OTC ക്രീംസോ ഉപയോഗിച്ചുണ്ടാവുന്ന എഫക്റ്റിനെക്കാട്ടിലും രൂക്ഷമാണ് അത് തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടുണ്ടാവുന്ന അതിൻ്റെ സൈഡ് എഫക്ട്സ്. സോ ഓൾവേസ് ട്രസ്റ്റ് എ സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് or a legal medical practitioner rather than trusting an influencer who are paid to say so.